നമ്മൾ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സിനാപ്സ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ ഭാഗങ്ങൾ നമുക്കിതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താനുണ്ട്. ഇമ്പൾസസ് അല്ലെങ്കിൽ ലാവേഗം എന്താ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. എന്താണ് ഇമ്പൾസസ്, ഇതെങ്ങനെയാണ് ആക്സോണിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിനാപ്സിലേക്ക് പോകും. ഇതൊരു ന്യൂറോണാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ന്യൂറോണാണ്, അടയാളപ്പെടുത്തിയിട്ടൊന്നുമില്ല. ആ ന്യൂറോണിൻ്റെ ആക്സോണാണ് ഈ കാണപ്പെടുന്നത്. ഈ കാണപ്പെടുന്നതിൻ്റെ ആക്സോണുകളാണ്. ദെൻ ഈ ആക്സോണിലൂടെ പോകുന്ന മെസ്സേജസ്, സന്ദേശങ്ങളെയാണ് നമ്മൾ ഇമ്പൾസസ് എന്ന് പറയുന്നത്. ഇമ്പൾസസ് ആർ ദ മെസ്സേജസ് കണ്ടക്റ്റഡ് ത്രൂ ദ നെർവസ് അല്ലെങ്കിൽ ആക്സോൺസ്. നാഡികളിലൂടെ അല്ലെങ്കിൽ ആക്സോണിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന മെസ്സേജിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസസ്. ഇതൊരു ആക്സോൺ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഈ മെസ്സേജസിനെ, ഈ സന്ദേശത്തെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസസ്. ഇനി ഇമ്പൾസ് എങ്ങനെയാണ് ഒരു ആക്സോണിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ടോപ്പിക്കാണ്. ഈ ആക്സോൺ നമ്മൾ നേരെ ഇങ്ങോട്ട് വലുതാക്കി വരച്ചു. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 3 ചിത്രങ്ങളുണ്ട്. 1, 2, 3. ഇത് ഒരു ആക്സോണാണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വരച്ചിട്ടുള്ളൂ. ഇത് 1, 2, 3. ഇതൊരു ആക്സോണ്. ആ ആക്സോണിൻ്റെ രണ്ടാമത്തെ പിക്ചർ, ആക്സോണിൻ്റെ മൂന്നാമത്തെ പിക്ചർ. ഇത് ശ്രദ്ധിക്കുക, ഈ ആക്സോണിൻ്റെ പുറത്തുള്ള ചാർജ് പോസിറ്റീവും ആക്സോണിൻ്റെ ഉള്ളിലുള്ള ചാർജ് നെഗറ്റീവും. നമ്മൾ പറഞ്ഞു ഇമ്പൾസ് ഒരു വൈദ്യുത തരംഗമായിട്ടാണ് പോകുന്നത്. ട്രാൻസ്മിറ്റ് ആസ് എ ഇലക്ട്രിക് കറണ്ട്, കറണ്ടൊക്കെ പോകുന്നത് പോലെയാണ് ഈ ഇമ്പൾസ് കടന്നു പോകുന്നത്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് ആക്സോണിൻ്റെ പുറത്ത് the ion distribution in the axon is positive is outside and negative is inside. നെഗറ്റീവ് ചാർജ് ഉള്ളിൽ, നെഗറ്റീവ് ആണ് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്, ദെൻ പോസിറ്റീവ് ആണ് നമ്മൾ നീല കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജ് ആണ്, സന്തുലനാവസ്ഥയിലാണ്. ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും സന്തുലനാവസ്ഥ, പോസിറ്റീവും നെഗറ്റീവും ചാർജുകളൊന്നും വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ സന്തുലനാവസ്ഥയിലാണ്. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കും. യെസ്, ദെൻ ഫസ്റ്റ് ചിത്രത്തിൽ നോക്കാം. ഇത് പോസിറ്റീവ് നെഗറ്റീവ്. ഇനി ഇവിടെ ഒരു ഉദ്ദീപനം സംഭവിക്കണം. ഉദ്ദീപനം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ് ഉദ്ദീപനം. ഈ ഭാഗത്ത് ഒരു ഉദ്ദീപനം നടന്നു. ഈ ഭാഗത്ത് ഉദ്ദീപനം നടന്നു. ഉദ്ദീപനം നടന്നിട്ടാണ് ആവേഗം രൂപപ്പെടും. ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ ഒരു മെസ്സേജ് രൂപപ്പെടും, സന്ദേശം രൂപപ്പെടും. ആ സന്ദേശം ഇങ്ങനെ ആക്സോണിൻ്റെ ഉള്ളിലൂടെ, നമ്മുടെ നാടികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളതിനെ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്ന് വിളിക്കുക. ഇവിടെ ഉദ്ദീപനം ഉണ്ടായി. ഈ കറുപ്പ് ലൈനിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു ഉദ്ദീപനം സംഭവിച്ചു. ഉദ്ദീപനം സംഭവിക്കുമ്പോൾ ആ ഭാഗത്ത് ഉള്ള ചാർജുകളിൽ ചെറിയൊരു വ്യതിയാനം സംഭവിക്കും. ചാർജുകളുടെ വ്യതിയാനം എന്ന് പറയുന്നത് ഉള്ളിലുണ്ടായിരുന്ന നെഗറ്റീവ് ചാർജ് നേരെ പുറത്തേക്ക് പോകും. പുറത്തുണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് വരും. ഉദ്ദീപനം നടന്ന ഭാഗത്തുള്ള മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത്. ഉദ്ദീപനം നടന്ന ഭാഗത്ത് ആ ഭാഗത്തുള്ള ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് പുറത്തേക്കും പുറത്തുള്ള പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്കും വന്നു. ചിത്രം 1. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേജിൽ ചേഞ്ചസ് വരും, സന്തുലനാവസ്ഥയിൽ മാറ്റം വരും. ഇനി തൊട്ടടുത്ത ചിത്രത്തിലേക്ക് നോക്കാം. ഈ ഒന്നാമത്തെ ചിത്രത്തിൽ തന്നെ ഇവിടെ ഉദ്ദീപനം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യും. ഇവിടെ ഉദ്ദീപനം സംഭവിച്ചു, ചാർജ് മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ഈ മാറ്റം തൊട്ടിപ്പുറത്തേക്ക് വരുന്നു, കുറച്ചിപ്പുറത്തേക്ക് മാറി. നേരത്തെ ഉദ്ദീപനം തുടങ്ങിയത് ഇവിടെയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ആ ഉദ്ദീപനം കുറച്ച് ഇങ്ങോട്ട് നീങ്ങി. ഇങ്ങോട്ട് നീങ്ങുന്ന സമയത്തും ഇവിടെ ചാർജിൽ ചെറിയൊരു വ്യതിയാനം സംഭവിക്കും. ഈ ഭാഗത്ത് ഉദ്ദീപനം ഇങ്ങോട്ടെത്തി. ഈ ഭാഗത്ത് എന്ത് ചെയ്തു? ചാർജ് മാറി. പുറത്തുനിന്ന് പോസിറ്റീവ് ഉള്ളിലേക്കും ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവ് പുറത്തേക്കും പോയി. ഇതെന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കുക, ഈ ഉദ്ദീപനം ഇങ്ങനെ ഇങ്ങോട്ടെത്തി. ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ചാർജുകളിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഈ അടുത്ത ചിത്രത്തിൽ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങുന്നു. അപ്പോൾ ശ്രദ്ധിക്കാം, ഉദ്ദീപനം തുടങ്ങിയത് ഇവിടെയാണ്. ഈ ഭാഗത്ത് ചാർജ് മാറി തൊട്ടടുത്ത ഭാഗത്ത് ഉത്തേജിപ്പിച്ചു. അപ്പോൾ ഈ മാറ്റം ഇവിടേക്ക് എത്തി. ഈ മാറ്റം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ചു, സ്റ്റിമുലേറ്റ് ചെയ്തു. ഈ മാറ്റം ഇവിടേക്ക് എത്തി. ഇങ്ങനെ ഓരോ മാറ്റത്തിലും എന്ത് ചെയ്യുന്നു? ചാർജുകൾ ഇങ്ങനെ മാറി മാറി പോകുന്നു.
ഇവിടെ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് മാറുന്ന സമയത്ത് പഴയതുപോലെ എന്ത് ചെയ്യുന്നു, ഈ ചാർജ് പുറത്തേക്കും പുറത്തുള്ളത് ഉള്ളിലേക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ആവേഗങ്ങൾ ആക്സോണിൻ്റെ ഉള്ളിലൂടെ കടന്ന് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ത്രൂ ദ ആക്സോൺ എന്ന് പറയുന്നത്. ഓരോ പിക്ചറിലും അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ത്രൂ ദ ആക്സോൺ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്കാണ് സിനാപ്സ്. ഇവിടെ മുകളിൽ 2 ന്യൂറോണുകൾ വരച്ചിരിക്കുന്നത്. ഇതൊരു ന്യൂറോണാണ്, ഇത് അടുത്ത ന്യൂറോണാണ്. ഇവിടെ ചെറിയൊരു കള്ളി വരച്ചിട്ടുണ്ട്. ആ കള്ളിക്കകത്തുള്ളത് ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും. നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞതുപോലെ ഇതൊരു ന്യൂറോണാണ്, അതിൻ്റെ ഡെൻഡ്രൈറ്റ് ആണ്, ഇത് സിനാപ്റ്റിക് നോബാണ് ഈ ഭാഗം. അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ആണ് ഇത് സിനാപ്റ്റിക് നോബ്. ഇത് തമ്മിൽ ഇങ്ങനെ കൂടിച്ചേരുന്ന ഈ ഒരു ചിത്രം തന്നെയാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കള്ളി വരച്ച ഭാഗത്ത് ഒന്ന് സിനാപ്റ്റിക് നോബും അടുത്തത് ഡെൻഡ്രൈറ്റുമാണ്. നമ്മളിതിന് ഇങ്ങനെ വലുതാക്കി വരച്ചിട്ടുള്ളതാണ് ഇവിടേക്ക്. ദെൻ ഇവിടുത്തെ സിനാപ്റ്റിക് നോബാണത്, ഈ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബാണത്. അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. ഈ ജംഗ്ഷൻ 2 ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷൻ അല്ലെങ്കിൽ ആ ബന്ധപ്പെടുന്ന ആ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് സിനാപ്സ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ന്യൂറോൺ, ഇത് മറ്റൊരു ന്യൂറോൺ. ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ കൂടിച്ചേരുന്ന ഈ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ദെൻ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ ഈസ് കോൾഡ് സിനാപ്സ്. ഇതൊരു സിനാപ്സ് ആണ്, ഈ ഭാഗം ഇതൊരു സിനാപ്സ്. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ 2 ന്യൂറോണുകൾ, ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും. അപ്പോൾ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ ഈസ് കോൾഡ് സിനാപ്സ്. ഇനി ഇതിൻ്റെ ഇടയിൽ, സിനാപ്സിൻ്റെ ഇടയിൽ ചെറിയൊരു വിടവ് കാണുന്നുണ്ട്, വലിയൊരു വിടവ് കാണുന്നുണ്ട്. ഈ വിടവിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് വിളിക്കുന്നു. സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ്. ശ്രദ്ധിക്കാം, ഇതൊരു ന്യൂറോണ്, ഇത് മറ്റൊരു ന്യൂറോണ്. ഇത് തമ്മിൽ കൂടിച്ചേരുന്ന ജംഗ്ഷൻ വിളിക്കുന്ന പേരാണ് സിനാപ്സ് എന്ന്. ഇതിനിടയിൽ കാണുന്ന ഈ ഒരു ഗ്യാപ്പ്, ഇതിനിടയിൽ കാണുന്ന ഈ ഒരു ഗ്യാപ്പിന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിലേക്ക് പോവാണ്. നേരത്തെ പറഞ്ഞു ഇമ്പൾസ് വെച്ചാൽ ആവേഗം നേരെ വരുന്നത് എത്തുന്നത് സിനാപ്റ്റിക് നോബിലേക്കാണെന്ന് പറഞ്ഞു. ഇവിടെ ഇതാണ് ആവേഗം, ഇമ്പൾസ്. ഈ നീല കളർ കാണിക്കുന്ന ബ്ലൂ ടിക്കാണ് ഇമ്പൾസ്. ഈ ആവേഗം സിനാപ്റ്റിക് നോബിലേക്ക് എത്തി. ഇനി ഈ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിയ ആവേഗം ഈ സിനാപ്റ്റിക് വിടവിലേക്ക് കുറച്ച് രാസവസ്തുക്കൾ സ്രവിക്കുന്നു. സിനാപ്റ്റിക് വിടവിലേക്ക് കുറച്ച് രാസവസ്തുക്കൾ സ്രവിക്കുന്നു. ആവേഗം, സിനാപ്റ്റിക് നോബിലെത്തിയ ആവേഗം സിനാപ്റ്റിക് വിടവിലേക്ക് രാസവസ്തുക്കൾ സ്രവിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിച്ച ഈ ആവേഗങ്ങളുടെ പേരാണ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീയ പ്രേഷകം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നു. നമ്മൾ നേരത്തെ നാഡീയ പ്രേഷകം എന്നേ പഠിച്ചിട്ടുള്ളൂ, എന്താണെന്ന് പഠിച്ചിട്ടില്ല. ഇപ്പോഴാണ് നമ്മളത് പഠിക്കുന്നത്. സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് സ്രവിച്ചിട്ടുള്ള രാസവസ്തുക്കളുടെ പേരാണ് നാഡീയ പ്രേഷകം. സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിച്ചിട്ടുള്ള രാസവസ്തുക്കളുടെ പേരാണ് നാഡീയ പ്രേഷകം. The chemical substances secreted into synaptic cleft is called neurotransmitters. രണ്ടാമത്തെ പോയിന്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് അല്ലെങ്കിൽ പറയുന്ന നാഡീയ പ്രേഷകം. മൂന്നാമത്തെ പോയിന്റ്, ഈ നീല കളർ കാണപ്പെടുന്ന ഈ നാഡീയ പ്രേഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തൊട്ടടുത്ത് കാണുന്ന ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതിനാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ വിടവിലേക്ക് എത്തിയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തൊട്ടടുത്ത ഈ ഡെൻഡ്രൈറ്റ് ഉത്തേജിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുവഴി പുതിയ ഒരു ആവേഗം ഈ ഡെൻഡ്രൈറ്റിൽ രൂപപ്പെടുന്നു, പുതിയൊരു ഇമ്പൾസ് ഈ ഡെൻഡ്രൈറ്റിൽ രൂപപ്പെടുന്നു. നമ്മളവിടെ നോക്കിയിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് ആവേഗം അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുക, കടന്നു പോവുക എന്നുള്ളതാണ്. ഒരിക്കലും നേരെ ഇങ്ങനെ കടന്നു പോകുന്നില്ല. ഇതിന് 3 സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ആവേഗം സിനാപ്റ്റിക് നോബിൽ നിന്ന് രാസവസ്തുക്കൾ സ്രവിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈ നാഡീയ പ്രേഷക, ഈ സ്രവിച്ച വസ്തുക്കളുടെ പേരാണ് നാഡീയ പ്രേഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. മൂന്നാമത്തെ പോയിന്റാണ്, ഈ നാഡീയ പ്രേഷകം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു.
അതുവഴി പുതിയ ആവേഗം രൂപപ്പെടുന്നു. ന്യൂ ഇമ്പൾസസ് ആർ ഫോമഡ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പഠിക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ 2 ഉദാഹരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദാഹരണമാണ് ഡോപാമിൻ എന്ന് പറയുന്നത്. ഡോപാമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. രണ്ടാമത്താണ് അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ. ഇങ്ങനെ 2 ഉദാഹരണങ്ങളാണ് നാഡീയ പ്രേഷകത്തിനുള്ളത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉള്ളത്. ഇതാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിൽ കാണപ്പെടുന്ന ഈ വിടവ്. ഇത്രയും കാര്യങ്ങളാണ് സിനാപ്സ് ഉള്ളത്. ഈ സിനാപ്സിന്റെ ധർമ്മം ചോദിക്കുന്നുണ്ട്. അതാണ് ആവേഗങ്ങളുടെ വേഗതയും സഞ്ചാരപാതയും നിയന്ത്രിക്കുന്നത് സിനാപ്സ് ആണ്. സിനാപ്സ് കൺട്രോൾ ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് ദ ഇമ്പൾസസ്. ഒരിക്കലും ആവേഗം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ല. ഈ ആവേഗത്തിന് കറക്റ്റ് റൂട്ടുണ്ട്. ഒരു സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. ഈ ആവേഗത്തിന്റെ സഞ്ചാരപാതയും ദിശയും നിയന്ത്രിക്കുന്നത് സിനാപ്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് സിനാപ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് നെർവ്സ്. നാഡികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി 3 ടൈപ്പ് ഓഫ് നെർവസ് ആണ്. സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. 3 തരം നാഡികളാണ്. ഒന്ന് സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ആണ്. നാഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോണുകളുടെ കൂട്ടങ്ങളെയാണ് നമ്മൾ നാഡികൾ എന്ന് വിളിക്കുക. 3 തരം നാഡികൾ എന്ന് പറഞ്ഞു. സെൻസറി നെർവ്, സംവേദ നാഡി, മോട്ടോർ നെർവ്, പ്രേരക നാഡി, മിക്സഡ് നെർവ്, സമ്മിശ്ര നാഡി. നമ്മൾ സിമ്പിളായിട്ട് ചെറിയ ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ചിത്രമാണ്. ഇവിടെ മസ്തിഷ്കം, സുഷുമ്ന എന്ന് പറയുന്ന ആളുണ്ട്. ഇവിടെ ശരീരം. ഇനി ഈ ആവേഗം നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആവേഗം. ആവേഗം ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും രൂപപ്പെടുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക്, സുഷുമ്നയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും കൊണ്ടുപോകുന്ന നാഡിയുടെ പേരാണ് സംവേദ നാഡി. അങ്ങനെ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഒരു റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ആരോ മാർക്കിംഗ് ഇങ്ങോട്ടാണ്. ശരീരത്തിൽ നിന്ന് ആവേഗത്തെ മസ്തിഷ്കത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആരോ മാർക്കിംഗ് ഇങ്ങോട്ടാണ്. ഈ നാഡിയുടെ പേരാണ് സംവേദ നാഡി. അതിലൂടെ കടന്നു പോകുന്ന ആവേഗത്തിൻ്റെ പേരാണ് സംവേദ ആവേഗം. അപ്പോൾ carries impulses from various part of body to the brain and spinal cord. This nerve is called sensory nerve. This impulses is called sensory impulses. വെച്ചാൽ സെൻസറി നെർവിൻ്റെ ഉള്ളിൽ പോകുന്ന ഇമ്പൾസിന് കൊടുക്കുന്ന പേരാണ് സെൻസറി ഇമ്പൾസസ്. രണ്ടാമത്തത് അങ്ങനെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ഒക്കെ നമ്മുടെ ആവേഗം എത്തി. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്ന നാഡിയുടെ പേരാണ് പ്രേരക നാഡി അല്ലെങ്കിൽ മോട്ടോർ നെർവ്. പ്രേരക നാഡി മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ പ്രേരക നാഡിയിലൂടെ കടന്നു വരുന്ന ആവേഗത്തിൻ്റെ പേരാണ് മോട്ടോർ ഇമ്പൾസസ്. അപ്പം മോട്ടോർ നെർവാണ് പറയാൻ പോകുന്നത്. carries impulses from brain and spinal cord to the various part of body. And this nerve is called motor nervous. ഈ മോട്ടോർ നെർവിൻ്റെ ഉള്ളിലൂടെ കടന്നു വരുന്ന ഇമ്പൾസിന് വിളിക്കുന്ന പേരാണ് മോട്ടോർ ഇമ്പൾസസ്. 3ാമത്തെ നെർവാണ് മിക്സഡ് നെർവ്. ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നുണ്ട്. ഈ മിക്സഡ് നെർവ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഈ ബ്ലാക്ക് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി എന്ന് വിളിക്കുന്നു. ഈ സമ്മിശ്ര നാഡിയിലൂടെ ശരീരത്തിൽ നിന്ന് ആവേഗം മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും പോകുന്നുണ്ട്. അതേപോലെ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിൽ നിന്ന് ശരീരത്തിലേക്കും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത്, അതേപോലെ തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളത്. ഇതിനാണ് സമ്മിശ്ര നാഡി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ മിക്സഡ് നെർവ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്. ഇത്രയാണ് ടൈപ്പ് ഓഫ് നെർവസ്. നാഡികൾ 3 തരം: സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. സെൻസറി, മോട്ടോർ ആൻഡ് മിക്സഡ്. ഇതോടുകൂടി പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തു. അടുത്ത ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെർവസ് സിസ്റ്റം, ഏറ്റവും പ്രധാനപ്പെട്ട നെർവസ് സിസ്റ്റം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്.